ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 4.5 കിലോമീറ്റേഴ്സ് മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. 4.5 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഈ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് 850 മീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞാൽ ടാർ റോഡ് നമുക്ക് ഏകദേശം ആ ഒരു എൻഡിൽ നിന്നും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറച്ച് വില്ലകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഈ വില്ലകളിലേക്കുള്ള വഴി കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്കിംഗ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. നല്ല നൈബേഴ്സൊക്കെ ഉള്ള ഏരിയ തന്നെയാണ്. ചുറ്റിനും ഒരുപാട് വില്ലകളിൽ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിൻ്റെ മതിൽ നിന്നൊക്കെ നമുക്ക് തുടങ്ങാം. മതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു ആഷ് കളറും വൈറ്റ് കളറും കൂടെ കൂടിയ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് മതിലിൽ കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെങ്കിലും ഇതുപോലെ ലേസർ കട്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ആ ഒരു പോർഷൻ വന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റിൻ്റെ 2 പില്ലേഴ്സിൽ മിൽക്കി വൈറ്റ് ഷെയ്ഡുള്ള 2 ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ കാണാം, നല്ല ഭംഗിയുള്ള കുറച്ച് ബ്രിക്കിൻ്റെ ഡിസൈനുകൾ വരുന്നുണ്ട്, ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്. മെയിനായിട്ടൊരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് വീടിനകത്ത് കാണുന്ന ഈ ഒരു മെയിൻ മതിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ ടെക്സ്ചർ വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഈ ഒരു മുറ്റവും സറൗണ്ടിങ് ഏരിയാസും കാർ പോർച്ചൊക്കെ വന്നിട്ടാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് കവേർഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ചയാണ് ഈ കാണുന്നത്. നമുക്കിവിടെ അത്യാവശ്യത്തിന് ഒരു വെഹിക്കിൾ പാർക്ക് ചെയ്യാം. അതുകൂടാതെ ആ ഒരു ഭാഗത്തും ഒരു കാറ്, അങ്ങനെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഈ ഒരു വില്ലയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലേക്ക് നമുക്ക് നന്നായിട്ട് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക് സൈഡിലേക്കൊക്കെ കംപ്ലീറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സൈഡിലും ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നേരെ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ വെള്ളത്തിനുള്ള സ്രോതസ് നമുക്ക് കാണാവുന്നതാണ്. ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് കിണർ ഫെസിലിറ്റി ഉണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടർ എടുക്കാനുള്ള ഓപ്ഷനുമാണ് ഈ ഒരു വീട്ടിൽ ഉള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ കാർ പോർച്ച് കണ്ടു, സറൗണ്ടിങ് ഏരിയാസൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. നല്ല നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു മുകൾ ഭാഗവും കാർ പോർച്ചിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തുള്ള ഏരിയ ഒക്കെ ആണെങ്കിലും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ നിറയെ LED ലൈറ്റുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ നമ്മൾ അകത്തേക്ക് നമുക്കിനി കയറാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മെയിൻ ഡോർ നോക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ഡോറ്. ഒറ്റ ഒരു പാളിയിലായിട്ടാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലാണ്. നേരെ നമ്മൾ ഡോറ് തുറന്ന് കടന്നു വരുമ്പോൾ കാണുന്നത് ഇവിടുത്തെ TV യൂണിറ്റാണ്. അത്യാവശ്യത്തിന് എല്ലാ ഫെസിലിറ്റികളും കൊടുത്തിട്ട് കബോർഡ് ഫെസിലിറ്റികളും ഓപ്പൺ ഡ്രോസും എല്ലാം കൊടുത്ത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് TV ഇരിക്കാനുള്ള സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് റൂഫിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിലും ധാരാളമായിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് റൂഫ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് 2 ഭാഗത്തായിട്ട് വിൻഡോസ് കാണാവുന്നതാണ്. ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് എല്ലാ റൂമുകളിലും തന്നെ വൈറ്റ് കളറുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റിലൊരു ചെറിയ ഡിസൈൻ മെർജ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് ടൈലുകൾക്കെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എൻട്രൻസ് കണ്ടാൽ അറിയാം, നല്ല രീതിയിൽ തന്നെ വുഡ് വർക്കുകളൊക്കെയാണ് എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നത്. അതിനിടയിലാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ഒരുപാട് LED ലൈറ്റുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഈ എൻട്രൻസ് കടന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
സ്റ്റെയർകേസിൻ്റെ താഴെയുള്ള ഭാഗത്താണെങ്കിലും കബോർഡുകളായൊക്കെ തിരിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഹാളിൽ പിന്നെ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഈ ഒരു വാഷ് ബേസിനാണ്. നമ്മൾ ഈ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഇവിടെ തന്നെയായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രിക്കിൻ്റെ ഡിസൈനൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് ജാഗ്വാറിൻ്റെയും സെറയുടേതും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഒരു വാഷ് ബേസിൻ യൂണിറ്റ് വന്നിട്ട് ജാഗ്വാറിൻ്റെയാണ്. താഴെയുള്ള ഭാഗങ്ങളൊക്കെ കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വുഡിൻ്റെ വർക്കുകളൊക്കെ കൊടുത്ത് LED ലൈറ്റുകളൊക്കെ ഇട്ട് ഒരു മിററൊക്കെ ആ ഭാഗത്തായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൂഫ് വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഡൈനിങ് ഹാളിൻ്റെ റൂഫ് അവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസാണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് ഓഫ് ദി എൻഡാണ് നമുക്കിവിടെ നിന്നാൽ വിസിബിൾ ആയിരിക്കുന്നത്. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം വരുന്നത് താഴെയാണ്. ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചൺ കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടുത്തെ മരങ്ങളെല്ലാം തന്നെ ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് വുഡിൻ്റെ കാണുന്ന വർക്കുകൾ ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഡോറുകളും വിൻഡോസും എല്ലാം തന്നെ ആഞ്ഞലിയിലും മഹാഗണിയിലുമാണ്. ഈ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ട് സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ പോലെ നമുക്കൊരു ഭയങ്കര കൺജഷൻ ഒന്നും ഫീൽ ചെയ്യാതെ ഓൾറെഡി ഇവിടെ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ആ വാർഡ്രോബ് കഴിഞ്ഞിട്ട് പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരു സ്പേസ് ഈ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വുഡ് കളറാണ്. ഇടയ്ക്കൊക്കെ ചെറിയൊരു വൈറ്റ് കളറിലുള്ള കോമ്പിനേഷൻ കൂടി വരുന്നുണ്ട്. ഡ്രോസിനൊക്കെ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെങ്കിൽ അത്യാവശ്യത്തിന് മാത്രമുള്ള വർക്കുകൾ കൊടുത്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയുടെയും ജാഗ്വാറിൻ്റെയും ഒക്കെയാണ് ഇവർ ഓരോ സ്ഥലത്ത് മാറി മാറി ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചണിൻ്റെ എൻട്രൻസ് നിങ്ങൾക്ക് കാണാം. ധാരാളം വുഡുകളുടെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു എൻട്രൻസ് അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സെയിം ടൈല് തന്നെയാണ് ഇവിടെയും അവർ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നമ്മൾ കിച്ചണിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഈ കാണുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ഭാഗം അവർ ഒരുപാട് കബോർഡുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന കബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കിച്ചൺ കബോർഡുകളൊക്കെ വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിൻ്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റും സറൗണ്ടിങ് ഏരിയയിലുള്ള വോളുകളൊക്കെ വൈറ്റ് കളറുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കബോർഡ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫിലാണെങ്കിലും ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ട് അതിനകത്തും ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കവർ ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ വരുന്നവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഓണറോട് സംസാരിച്ചിട്ട് വർക്ക് ഏരിയ വേണ്ടവർക്ക് അത് ചെയ്തു തരുന്നതായിരിക്കും. അത് നമുക്ക് ഓണറായിട്ട് ഡിസ്കസ് ചെയ്ത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുന്ന വഴികളിലെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഹാളിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ വിസിബിൾ ആണ്. അത്യാവശ്യത്തിന് വേണ്ട വർക്കുകൾ മാത്രം, ഒരുപാട് വാരി വരച്ച് ചെയ്യാതെ ആവശ്യത്തിനുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്തുള്ള ഈ ഒരു വോളിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ പെർഗോള മോഡലിലാണ് ഒരു ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഹാളിലേക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വേറെ ഒരു ഓപ്പണിംഗ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് അവർ 3 വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹാളിന് ഇത്രയും ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു. താഴെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം നമുക്ക് കാണാനുണ്ട്. അതുകൂടാതെ ബാൽക്കണി സ്പേസും യൂട്ടിലിറ്റി സ്പേസുമാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് നമുക്ക് തുറക്കുന്ന ആദ്യത്തെ ബെഡ്റൂം തന്നെ നോക്കാം. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ വിൻഡോസ് വരുന്നത് ഈ 2 ഭാഗത്ത് സിംഗിൾ വിൻഡോസ് ആയിട്ടും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ്. റൂഫിൽ വന്നിട്ട് അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിനകത്തും അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ തിരിച്ച ഈ ഒരു ഹാളിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമാണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ബെഡ്റൂമുകളുടെ വലിപ്പം തന്നെയാണ്. നമ്മൾ സാധാരണ കാണുന്ന വീടുകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു ഒരു വാർഡ്രോബ് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ഭയങ്കര കുറവാണ്. ഈ ഒരു ബെഡ്റൂമിൽ നല്ല ലാവിഷായിട്ടാണ് ഇവിടുത്തെ 3 ബെഡ്റൂമുകളിലും സ്പേസ് കിടക്കുന്നത്. ഇവിടുത്തെ ഓപ്പണിങ്സ് വരുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസായിട്ടും അവിടെ ഒരു 3 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ്. താഴെയൊക്കെ നമ്മൾ കണ്ട ആ ഒരു ഇവിടുത്തെ എല്ലാ റൂമുകളിലെയും വാർഡ്രോബുകളുടെ പാറ്റേണൊക്കെ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ മാത്രം കൊടുത്തിട്ടാണ് LED ലൈറ്റുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാ ബാത്റൂമുകളിലും ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് എല്ലാം തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വരുന്നത് ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയുമാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് ആക്ച്വലി അതൊരു റൂം പോലെ തന്നെയാണ്. ബിക്കോസ് അവർ കംപ്ലീറ്റ് ആയിട്ടത് നല്ല രീതിയിൽ തന്നെ മുകളിലൊക്കെ റൂഫിംഗ് ഒക്കെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വാർത്ത് തന്നെയാണ് ഈ ഒരു റൂമും ചെയ്തിരിക്കുന്നത്. പെർഗോള രീതിയിൽ 3 ഓപ്പണിങ്സ് ആണ് അവിടെ വരുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഫെസിലിറ്റിയൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിന് ഒരു ചെറിയ ഡോറ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വിസിബിൾ ആണ്. ഇതുവഴി നമുക്ക് നേരെ വീടിൻ്റെ ടെറസിലാണ് ചെല്ലുന്നത്. അവിടെ ഓപ്പൺ ആയിട്ടാണ്, റൂഫിംഗ് ഒന്നും ചെയ്യാതെ ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മളിവിടെ വന്നു കഴിയുമ്പോഴേക്ക് നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഒരു നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് അവർ ബാൽക്കണിയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും ഈ ഒരു ഭാഗങ്ങളൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടഫിൻ്റെ ഗ്ലാസ് വിട്ടിട്ടാണ് അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിന്ന് പരിചയപ്പെട്ട ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 3.4 സെൻറ്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1500 ആണ്. ഇതിനകത്ത് 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. നമുക്കിവിടെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഉള്ളത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. ഈ മനോഹരമായ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില 65 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഭംഗിയുള്ള വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്ത ഒരു നല്ല വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.